ദ ട്രാൻസ്ഫോമർ ഓൺ ലോഡ് ട്രാൻസ്ഫോമറിന് ലോഡ് കൊടുക്കുക എന്നാണ് പറയുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചത് നമ്മുടെ ഐഡിയൽ ട്രാൻസ്ഫോമർ ലോഡില്ല, സെക്കൻഡറി ലോഡില്ലാതാണ്. അപ്പോൾ ഈ ചിത്രം ഒന്ന് നോക്കൂ. ചിത്രത്തിനകത്ത് പ്രൈമറി സൈഡ്, പ്രൈമറിയിലെ വൈൻഡിങ്, അതിനകത്തോടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഒഴുകുന്നു, മാഗ്നറ്റിക് ഫ്ലക്സ് സെക്കൻഡറിയിലേക്ക് എത്തുന്നു, സെക്കൻഡറിയിൽ അവിടെ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, സെക്കൻഡറിയിലെ വൈൻഡിങ് കാണിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ സെക്കൻഡറിയിൽ ലോഡ് കണക്ട് ചെയ്തിരിക്കുന്നു, ലോഡ്. അപ്പോൾ ഇത്രയാണ് ഇത് നമുക്ക് ഓർത്തിരിക്കേണ്ടത്. ഈ ലോഡ് എന്ന് പറയുന്നത് ഇമ്പിഡൻസ് ആണ്. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കേസ് ഫണ്ടമെന്റലിനകത്ത് പഠിച്ചിട്ടുണ്ട്. എന്താണ് റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇതെല്ലാം കൂടെ കൂടുന്നതിനെയാണ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഇപ്പൊ ലോഡ്, ഈ ലോഡ് എന്ന് പറയുന്നത് എന്നാണ്, അത് ചിലപ്പോൾ അതൊരു ഫാക്ടറി ആയിരിക്കും. ഫാക്ടറിയിൽ എന്തായിരിക്കും ഉള്ളത്? ഫാക്ടറിയിൽ ഒരു കുറേയേറെ എന്താണ് മോട്ടർ കാണാം, ലൈറ്റുകൾ ഉണ്ടാകാം, മോട്ടറുണ്ട്, ലൈറ്റുകളുണ്ട്. അപ്പം അവിടെ ഇതെല്ലാം കൂടെ ഉള്ളതാണ് ഒരു ഫാക്ടറി. അതുപോലെ തന്നെ അവിടുന്ന് ലൈൻ, ലോഡ് എന്ന് പറയുന്ന ലൈൻ നമ്മുടെ റോഡിൽ കൂടെ ഒക്കെ കടന്നു പോകുന്നത് നമ്മുടെ വീട് വരും, വീട്ടിൽ കൂടെ എടുക്കുന്ന ലൈൻ അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ വീടുകളിലേക്ക് എടുക്കുന്നത്, ആ ലൈനിൽ കൂടെയാണ്. അപ്പം നമ്മൾ ഒരു ഫാക്ടറിയിലേക്ക് എടുക്കുന്ന ലൈനും അതുപോലെ തന്നെ വീടുകളിലേക്ക് എടുക്കുന്ന ലൈനും എല്ലാം ഇത് ലോഡിലാണ് വരുന്നത്. അപ്പം ഈ ലോഡെന്ന് പറയുമ്പോൾ ഇമ്പിഡൻസ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ആ ടൈപ്പ് ചെയ്തിരിക്കുന്നത് നോക്കൂ. The transformer is said to be loaded when the secondary circuit of the transformer is completed through an impedance or load. മനസ്സിലായല്ലോ? സെക്കൻഡറിയിലാണ് നമ്മൾ ലോഡ് കൊടുത്തേക്കുന്നത്. അതിന് ആ ലോഡിന്റെ വേറെ പേരാണ് ഇമ്പിഡൻസ്. ഇമ്പിഡൻസ് എന്ന് പേരിട്ടിരിക്കുന്ന റീസൺസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം സെക്കൻഡറി നമ്മൾ ലോഡ് കൊടുത്തിരിക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് നോക്കൂ. ഇനി ഇത് നോക്കുക, ചിത്രം ഒന്ന് പരിശോധിക്കുക. ചിത്രത്തിനകത്ത് പ്രൈമറി സൈഡ് ഒന്ന് ശ്രദ്ധിക്കൂ. പ്രൈമറി സൈഡ്, ആ പ്രൈമറി സൈഡ് എന്തൊക്കെയാണുള്ളത്? പ്രൈമറി സൈഡ് വൈൻഡിങ് ഉണ്ട്, കോപ്പർ വൈൻഡിങ് ആണത്, കോപ്പർ വൈൻഡിങ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് സൈഡിലും കോപ്പർ വൈൻഡിങ്. അപ്പോൾ വൈൻഡിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാതെ കോപ്പർ വൈൻഡിങ് ആണ്, അവിടെ റെസിസ്റ്റൻസ് ഉണ്ടാകും, ഇല്ലേ? റെസിസ്റ്റൻസ് ഉണ്ടാകും. അപ്പോൾ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അവിടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും. ഓക്കെ, അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ സപ്ലൈ നമ്മൾ പ്രൈമറിയിലേക്കാണ് കൊടുക്കുന്നത്. പ്രൈമറിയിലേക്ക് കൊടുക്കുമ്പോൾ പ്രൈമറി സൈഡിൽ ഫ്ലക്സ് ഉണ്ടാകുന്ന ആ ഫ്ലക്സ് ഇങ്ങനെ കോറിൽ കൂടെ കടന്ന് സെക്കൻഡറി സൈഡിൽ വരും. സെക്കൻഡറിയിലേക്ക് കട്ടിങ് ഉണ്ടാവും. അപ്പോൾ സെക്കൻഡറി കട്ടിങ് ഉണ്ടാകുമ്പോൾ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ സെക്കൻഡറി ഉണ്ടാകുന്നത്. അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. അത് നമ്മൾ ഒത്തിരി പ്രാവശ്യം പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ ഫ്ലെക്സ് പ്രൈമറിയിൽ നിന്ന് ഭൂരിപക്ഷം ഫ്ലെക്സും കോറിൽ കൂടെ കടന്നു പോയിട്ട് സെക്കൻഡറിയിലൂടെ സെക്കൻഡറി വൈൻഡിങ് കട്ട് ചെയ്താണ് പോകുന്നത്. എന്നിട്ട് അത് വീണ്ടും ഇങ്ങനെ പ്രൈമറി വരും. അതങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ കുറച്ച് ഭാഗം, അതായത് പ്രൈമറിയിൽ ഉണ്ടാകുന്ന ഫ്ലെക്സ് കുറച്ച് ഭാഗം വെളിയിലേക്ക് പോകും, എയറിലേക്ക് പോകും. അങ്ങനെ എയറിലേക്ക് പോകുമ്പോൾ അതിനെയാണ് നമ്മൾ ഒരു പേര് പറയാം, ലീക്കേജ് ഫ്ലെക്സ് എന്ന് പറയാം. ഇനി നിങ്ങൾ നോക്കൂ, ആ ടൈപ്പ് ചെയ്തിരിക്കുന്ന നമുക്ക് നോക്കാം. നോക്കൂ, റെസിസ്റ്റൻസ് എന്ന് എഴുതിയിരിക്കുന്ന നോക്ക്. റെസിസ്റ്റൻസ് ഇൻ ദ ആക്ച്വൽ ട്രാൻസ്ഫോമർ ദ പ്രൈമറി ആസ് വെൽ ആസ് ദ സെക്കൻഡറി വൈൻഡിംഗ് possess some resistance due to which some voltage drop take place in them. മനസ്സിലായല്ലോ? പ്രൈമറിയിലും സെക്കൻഡറിയിലും വൈൻഡിങ് ആണ്, സെക്കൻഡറി വൈൻഡിങ് ആണ്. അതുകൊണ്ട് അവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കറിയാം വോൾട്ടേജ് ഡ്രോപ്പ് അവിടെ ഉണ്ടാകും, ടേക്ക് പ്ലേസ്. ആ രണ്ടിടത്ത് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും. ഇനി അടുത്തത് നോക്കൂ, മാഗ്നറ്റിക് ലീക്കേജ്. അതിനെപ്പറ്റിയാണ് അറിയേണ്ടത്. ഞാൻ പറഞ്ഞ മാഗ്നറ്റിക് ലീക്കേജ് എങ്ങനെയാണെന്ന് പറയാം. പ്രൈമറി ഉണ്ടാകുന്ന പ്രൈമറിയിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുമ്പോൾ അതിന്റെ ഭൂരിഭാഗവും കോറിൽ കൂടെ കടന്ന് സെക്കൻഡറി വരും. എന്നാൽ കുറച്ച് ഭാഗം അത് എയറിലേക്ക് കടന്നു, അതിനെ നമ്മൾ ലീക്കേജ് ഫ്ലക്സ് എന്ന്. അതിന്റെ ഡീറ്റെയിൽ ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. മാഗ്നറ്റിക് ലീക്കേജ് എന്താണ് എഴുതിയിരിക്കുന്നത്? ടൈപ്പ് ചെയ്തിരിക്കുന്നത് നോക്കൂ. മാഗ്നറ്റിക് ഫ്ലക്സ് cannot be confined into the desired path. Next, the greater portions of the flux
that is the mutual flux remain confined to core and linked both the windings. അപ്പോൾ ഗ്രേറ്റർ പോർഷൻ, ഏറ്റവും കൂടുതൽ പോർഷൻസും ആ കോറിൽ കൂടെ കടന്നു പോയിട്ട് നമ്മുടെ സെക്കൻഡറി ലിങ്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ബട്ട് എ സ്മോൾ പോർഷൻസ് എന്ന ചെറിയൊരു പോർഷൻ കോൾഡ് ദ ലീക്കേജ് ഫ്ലക്സ്, അതിനെയാണ് നമ്മൾ ലീക്കേജ് ഫ്ലക്സ് എന്ന് പറഞ്ഞത്. കംപ്ലീറ്റ് ഇസ് പാസ് ത്രൂ ദ എയറിൽ കൂടെയാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. സറൗണ്ടഡ് ദ കോയിൽ, കണ്ട് ഈ കോയിലിന്റെ ചുറ്റുമുള്ള എയറിൽ കൂടെയാണ് അത് കുറച്ച് ഫ്ലക്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ലീക്കേജ് ഫ്ലക്സ് എന്ന് പറയുന്നു. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇവിടെ ട്രാൻസ്ഫോമർ ഓൺ ലോഡിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും, പിന്നെ ലീക്കേജ് ഫ്ലക്സ് ഉണ്ടാകും, മാഗ്നറ്റിക് ലീക്കേജ് ഫ്ലക്സ് ഉണ്ടാകും. ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ട്രാൻസ്ഫോമർ ഓൺ ലോഡ് അറിഞ്ഞിരിക്കണം. ഓക്കെ, താങ്ക് യു.